അയ്യപ്പന്മാരിൽ നിന്ന് അമിത വില ഈടാക്കിയ ഹോട്ടലുകൾക്കെതിരെ കർശനമായ നടപടി. അളവിലും തൂക്കത്തിലും ക്രമക്കേട്, അധിക വില ഈടാക്കൽ, നിയമാനുസൃതമല്ലാത്ത ഫുഡ് പാക്കറ്റുകൾ തുടങ്ങിയ കുറ്റകൃത്യങ്ങളിൽ 49 കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. വിഷ്ണു പ്രകാശ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. വിഷ്ണു, ഹൈക്കോടതി പോലും പറഞ്ഞ കാര്യമാണ് അമിത വില ഈടാക്കുന്നുണ്ടെങ്കിൽ കർശന നടപടി വേണമെന്നുള്ളത്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വരുന്നത്. നടപടിയൊക്കെ എങ്ങനെയായിരുന്നു? എത്ര കടകൾക്കെതിരെ ഇപ്പോൾ നടപടി വന്നിട്ടുണ്ട്? തീർച്ചയായും ഹൈക്കോടതി അടക്കം ഈ വിഷയത്തിൽ ഇടപെട്ടിരുന്നു. ഇതിന്റെ ഭാഗമായാണ് ഇന്ന് ശബരിമല ADMന്റെ നേതൃത്വത്തിൽ ഒരു മിന്നൽ പരിശോധന നടത്തിയത്. ശബരിമലയിലും അതുപോലെ തന്നെ പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലായിരുന്നു പരിശോധന നടത്തിയത്. 49 കടകൾക്കെതിരെ ഇതിൽ ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടി കേസും എടുത്തിട്ടുണ്ട്. 187 കടകളിലായിരുന്നു പരിശോധന നടത്തിയത്. ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള കടകളിൽ ഇത്തരത്തിലുള്ള പരിശോധന നടത്തി. അതിൽ പമ്പയിൽ 88 കടകളിൽ പരിശോധന നടത്തിയതിൽ നിന്ന് 14 കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിൽ 1,35,000 രൂപയും നിലയ്ക്കലിലും അതുപോലെ തന്നെ ശബരിമലയിലുമായി മൊത്തം 3.91 ലക്ഷം രൂപയാണ് ഇപ്പോൾ പിഴ ചുമത്തിയിരിക്കുന്നത്. വരും ദിവസങ്ങളിലും കർശനമായി തന്നെ ഇത്തരത്തിലുള്ള പരിശോധന നടത്തുമെന്നും ADM അറിയിച്ചിട്ടുണ്ട്. കടകളിലെല്ലാം വന്ന് അവർ നേരിട്ട് എത്തി തന്നെയായിരുന്നു ഇത്തരത്തിലൊരു പരിശോധന നടത്തിയത്. ഏതായാലും വലിയ രീതിയിലുള്ള ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട്. 49 കേസുകളാണ് ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് ഈ പിഴ ചുമത്തിയിരിക്കുന്നത്. ഭാവിയിൽ തുടരുകയാണെങ്കിൽ ഇവർക്കെതിരെ മറ്റു നടപടികളിലോട്ട്, കൂടുതൽ നടപടികളിലോട്ട് നടത്തുമെന്നുള്ള വിവരമാണ് ഇവർ പങ്കുവയ്ക്കുന്നത്. ശരി, ശബരിമലയിൽ ഭക്ഷണ വിതരണത്തിലും അല്ലെങ്കിൽ ക്വാളിറ്റിയിലും ഒക്കെ കൃത്രിമത്വം കാണിച്ച കടകൾക്കെതിരെ ശക്തമായ നടപടി കോടതി കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതാണ്. ഈ വഴിയോര കച്ചവടക്കാരെയൊക്കെ കൃത്യമായി നിയന്ത്രിക്കണം, അതിൽ കൃത്യമായ നിരീക്ഷണം വേണമെന്നത്, അതിനനുസരിച്ചുള്ള നടപടികളിലേക്ക് അധികൃതർ കടന്നുവെന്നത് ആശ്വാസമാണ്. അയ്യപ്പന്മാരെയും പറ്റിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നു, അത് കാലങ്ങളായിട്ടുള്ളതാണ്. അതിനൊരു തടയിടാനുള്ള അധികൃതരുടെ ശ്രമങ്ങൾ മുന്നിൽ കാണുകയാണ് ഇപ്പോൾ.